മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. അവയവദാന പ്രക്രിയ പൂർത്തിയാക്കി മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ നവോമി യാത്രയാകുന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച കായിക താരത്തിന്റെ ആന്തരിക അവയവങ്ങൾ ബന്ധുക്കൾ ദാനം നൽകി. കഴിഞ്ഞ 25-ാം തീയതി കൊട്ടാരക്കര വാളകത്ത് കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി വാണിയംകിഴക്കൽ വിൻസെന്റിന്റെ മകൾ നവോമിയുടെ അവയവദാന നടപടികൾ വിജയകരമായി പൂർത്തിയായി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് 23-കാരിയായ നവോമിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ മാതൃകാപരമായ തീരുമാനമെടുക്കുകയായിരുന്നു. ഹൃദയം, കണ്ണുകൾ, വൃക്കകൾ, കരൾ, പാൻക്രിയാസ്, ബ്ലഡ് വെസൽസ് അടക്കമുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണിപ്പോൾ പൂർത്തിയായത്. തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി OJ ജനീഷ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അവയവദാനത്തിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മാതാവ് ജിപ്സി, സഹോദരൻ ജോയൽ എന്നിവർക്കൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ അമ്മയും സഹോദരനും നിലവിൽ തൃശൂർ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മികച്ച നർത്തകിയും കായിക താരവുമായ നവോമി കോക്കോ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും സൈക്കോളജിയിൽ PG ബിരുദം പൂർത്തിയാക്കിയ നവോമി പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാനിരിക്കെയാണ് ദുരന്തം സംഭവിച്ചത്. പിതാവ് വിൻസെന്റ് ഡ്രൈവറാണ്. മാതാവ് ജിപ്സി ജിം പരിശീലകയും സഹോദരി ഏഞ്ചൽ എറണാകുളത്ത് അധ്യാപികയുമാണ്. സഹോദരൻ ജോയൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിയാണ്. നവോമിയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ വടക്കാഞ്ചേരിയിലെ വീട്ടിലെത്തിക്കും. സംസ്കാരം നാളെ വടക്കാഞ്ചേരി ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ന്യൂസ് ഡെസ്ക് CCV.